കബീത്തി പിടിക്കുന്നുവെങ്കിൽ ഞാൻ നിനക്ക് വെള്ളമൊഴിക്കാനില്ല. നല്ലൊരു വിത്തൊരു മാന്യൻ കല്ലിൽ വിതച്ചാൽ അത് കരിയേയുള്ളൂ. കുഞ്ഞക്കുറുപ്പ് കുഞ്ചൻ നമ്പ്യാര് പാടിയ പാട്ട് കണ്ട് സ്കൂളിൽ നിന്ന് പഠിച്ചതാണ്. അതേ കുഞ്ചൻ നമ്പ്യാരെ പാട്ട്, നല്ലൊരു മാന്യൻ വിത്തൊരു കല്ലിൽ വിതച്ചാൽ അത് കരിയേയുള്ളൂ. ഈ വിതക്കുന്ന ആള് മാന്യനായതുകൊണ്ട് കാര്യമില്ല, വിതക്കുന്ന വിത്ത് നന്നായതുകൊണ്ട് കാര്യമില്ല. വിതക്കപ്പെടുന്ന ഭൂമി ആ ഭൂമി അത് കൃഷിക്ക് അനുയോജ്യമായ ഭൂമിയാകണം, വളക്കൂറുള്ള മണ്ണാകണം. ഇല്ലെങ്കിൽ വിത്ത് വിതച്ചിട്ട് കാര്യമില്ല. അപ്പോൾ ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു, നിങ്ങൾ പറയുന്നത് ഞാൻ അത് ശ്രദ്ധിച്ച് മനസ്സിലാക്കാൻ പഠിക്കുന്ന മക്കളെ ദൃഷ്ടിയോ അല്ലെ വിരോധമൊന്നും വെച്ചിട്ടില്ല ഉസ്താദ് പറയുന്നത്. അപ്പൊ ഞാൻ ഓരോ വിഷയങ്ങൾ എടുത്ത് ഇങ്ങനെ സംസാരിച്ചു. 2 മണി വരെ സംസാരിച്ചു രാത്രി. ഒരാളോടുള്ള ഒറ്റ മനുഷ്യൻ വേണമെന്ന് പറഞ്ഞാൽ കുറെ ആളുകളൊന്നുമില്ല, ഒരാളോട് പ്രസംഗിച്ചു 2 മണി വരെ വിഷയങ്ങൾ ഓരോന്നോരോന്നും ഇങ്ങനെ അങ്ങോട്ടും ചോദിച്ചു. 2 മണി കഴിഞ്ഞപ്പോ ഇനി നമ്മൾ നിർത്തി ഞാൻ എൻ്റെ വഴിക്ക് പോയി. പിറ്റേ ദിവസം ഇയാളെ ചോദിച്ചു, ഉസ്താദെ എല്ലാം പൊരുത്തപ്പെടണം, ഞാൻ മുജാഹിദിന്റെ സജീവ പ്രവർത്തകനാണ്, ഞാൻ മുജാഹിദിന്റെ വാപ്പയും ഉമ്മയൊക്കെ മുജാഹിദാണ്, ഇടവണ്ണ ജാമിയ നദിയ എന്നുള്ള സ്ഥാപനത്തിന്റെ തൊട്ട് മുമ്പിലാണ് എൻ്റെ വീട്. പക്ഷേ എനിക്ക് ഇന്നേവരുള്ള എല്ലാ തെറ്റുകാരനെയും എന്റെ മനസ്സിൽ പോയി. ഉസ്താദിനെ സംബന്ധിച്ച് മുമ്പ് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉസ്താദ് പൊരുത്തപ്പെടുവാണ്. ഇപ്പോ എന്റെ CD ഭാര്യയ്ക്കും കുടുംബത്തിനൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അയാൾ. ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ആരെയും ചീത്ത പറയാൻ പാടില്ല, ആരെയും കുറ്റം പറയേണ്ടതില്ല. നമുക്ക് ഉള്ള കാര്യം അത് ഉള്ളതുപോലെ ജനങ്ങളെ ബോധിപ്പിക്കാം. അത് എന്തിനാണ്? അത് ആവശ്യം. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു ഇസ്ലാമിന്റെ ഉദാഹരണം ഒരു കപ്പൽ പോലെയാണ്. എല്ലാവരും ഇങ്ങോട്ട് മുത്തഫിത്തുൽ അസീസ് തിരിഞ്ഞോക്കുന്നതിന് ചേരുന്നതാണ്. അപ്പോ ഒരു കപ്പൽ പോലെ 2 തട്ടുള്ള കപ്പൽ. മേലെ തട്ടിൽ വെള്ളം ഉണ്ട്, താഴെ തട്ടിൽ വെള്ളം ഇല്ല. എല്ലാവരും മേലെ തട്ടിൽ പോയിട്ട് വെള്ളം എടുത്ത് കൊണ്ടുവരാൻ താഴെ തട്ടിലുള്ളത്. കപ്പൽ ഇങ്ങനെ ഓടുകയാണ്, കടലിന്റെ മധ്യത്തിലൂടെ ഓടുകയാണ്. അപ്പൊ താഴെ തട്ടിലുള്ള കുറച്ച് ആളുകൾക്ക് പുത്തനാശയം തോന്നി. പുത്തൻ ആശയം, അങ്ങനെ പുതിയൊരു ആശയം. ഇതുവരെ നമ്മൾ മേലെ പോയിട്ട് വെള്ളം എടുത്താൽ, നമ്മളിതിനെ മേലെ പോകുന്നു, നമുക്കെന്താ താഴെ നിന്ന് വെള്ളം എടുത്താൽ അതിനെന്താ പരിപാടി? ഞങ്ങൾ പറഞ്ഞു, വെള്ളത്തിന് നമ്മൾ അങ്ങ് പോകേണ്ട ആവശ്യമില്ലല്ലോ, കാരണം നമ്മൾ താഴെ തട്ടിലുള്ളത് കപ്പലിന്റെ നേരെ ചോട മുഴുവൻ വെള്ളമല്ലേ. അതുകൊണ്ടെന്താ ചെയ്യുക, നമ്മൾ ഈ കപ്പലിന്റെ ഒരു ചെറിയ ദ്വാരം ഉണ്ടാക്കുക, വെള്ളം നമ്മൾ അന്വേഷിച്ച് ഇങ്ങോട്ട് വരും, വെള്ളം അന്വേഷിച്ച് നമ്മൾ നേരെ പോണ്ട. അങ്ങനെ ഈ കപ്പലിന്റെ ദ്വാരം ഉണ്ടാക്കാൻ പോവാണ്. അപ്പൊ ഒരാൾ പറഞ്ഞു, മക്കളെ മുറിക്കല്ല, ആ കപ്പലിന്റെ പല മുറിക്കല്ല. അതെ, അപ്പൊ നിങ്ങളങ്ങനെ മുറിച്ചാൽ പിന്നെ കപ്പൽ ഉണ്ടാവില്ല. നമ്മളെ പണ്ട പോകുമ്പോൾ തന്നെ പോയാലേ കപ്പൽ ഉണ്ടാവും, ഇല്ല കപ്പൽ ഉണ്ടാവില്ല. അങ്ങനെയൊന്നും കഴിയൂല. നമ്മളിപ്പോ ഇങ്ങനെ എപ്പോഴും മുകളിൽ പോയിട്ട് വെള്ളം എടുത്തോണ്ടിരാ, അവര് വലിയ രാജാക്കന്മാരായിട്ട് അവിടെ ഇരിക്കുക, നമ്മളിങ്ങനെ പോയിട്ട് എടുത്തോണ്ടിരാ, എന്നിട്ട് നമ്മളെ നേരെ ചോടെ വെള്ളം ഉണ്ട്, നമ്മൾ മുറിച്ചിട്ടെടുക്കാൻ. അപ്പോഴും ഇവര് പറഞ്ഞു, പറ്റൂല, സമ്മതിക്കൂല, മുറിക്കാൻ സമ്മതിക്കൂല, കപ്പലിന്റെ പലക മുറിക്കാൻ സമ്മതിക്കൂല. അപ്പൊ വേറൊരു കൂട്ടറിങ് വന്നവിടെ, നിങ്ങളതിനകത്ത് അറിയിക്കുന്നത് ദേഷ്യം. ഇവര് കപ്പലിന്റെ പലക മുറിക്കുന്നത്, അപ്പൊ ഞങ്ങൾ പറഞ്ഞാൽ മുറിക്കാൻ പറ്റൂല, നമ്മൾ ഒട്ടാകെ നശിച്ചു പോകും. അതിനങ്ങനെ കുഴപ്പമൊന്നും ഉണ്ടാക്കണ്ട, മുറിക്കുന്നവര് മുറിച്ചോട്ടെ, മുറിക്കാത്തവര് മുറിക്കണ്ട. ഇത് കുഴപ്പമാണ്. ഇത് ഈ കപ്പല് സംരക്ഷിക്കാൻ ഇവരടക്കം സംരക്ഷിക്കാനാ. ഈ കപ്പലിൽ പോയി മുറിക്കുന്നവരടക്കം സംരക്ഷിക്കാൻ വേണ്ടി പറയാറ്, കപ്പലിന്റെ പലക മുറിക്കാൻ ഇവരുള്ളവർ പറയാറ്. അപ്പൊ ഒരു കൂട്ടർ വന്നിട്ട്, നമ്മളിപ്പോ കടലിന്റെ നടുവിലല്ലേ, ഇപ്പൊ നമ്മളൊന്നും പറയണ്ട, കാരണം പറഞ്ഞാല് നമ്മൾ കടലിൽ രണ്ടായി പോകുന്നുണ്ടല്ല. സുബ്ഹാനല്ലാഹ്, അങ്ങനെ പറഞ്ഞിട്ട് ഇവർക്ക് കപ്പൽ മുറിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുത്താൽ പിന്നെ ഈ കപ്പൽ ഉണ്ടാവുമോ? വെള്ളം കയറി അങ്ങനെ തന്നെ എല്ലാവരും കപ്പലും ചരക്കും മനുഷ്യന്മാരും എല്ലാവരും നശിമൂലെ. ഇതുപോലെയാണ് ഇസ്ലാം മുഹമ്മദ് റസൂലുള്ളാഹി. ഇസ്ലാം എന്ന് പറയുന്ന കപ്പൽ ഇങ്ങനെ പോവാൻ, അതിന്റെ മേലെ തട്ടിക്കൊണ്ട ആൾക്കാർ, അതാരാ? സഹാബത്തും ഇമാമിങ്ങളും. സഹാബത്തും ഇമാമികളുടെ മേലെ തട്ടില്ല, വെള്ളം അവരൊക്കെ ഉള്ളത്. അവർ തന്ന വെള്ളം, അവർ തന്ന വെള്ളം അത് സ്വീകരിച്ച് മുന്നോട്ട് പോകും. അപ്പൊ അവരെങ്ങനെ മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു വന്നിട്ട് ഇവിടെ എന്ത് ചെയ്തു? മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു പള്ളി ഉണ്ടാക്കി. ആ പള്ളിയിൽ മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു എങ്ങനത്തെ ഖുത്ബ ഓതി? അറബിയിലുള്ള ഖുത്ബ ഓതി. എത്ര കേസറാ വിളിച്ചു? 20 കേസറാ വിളിച്ചു. അവിടെ ആരെ ജുമാഅത്ത് വിളിച്ചു? പുരുഷന്മാരെ വിളിച്ചു.
അവിടെ പിന്നെന്ത് ചെയ്തു? മൗലൂദ് റാത്തീബും ദിക്റുമൊക്കെ നടത്തി, സ്വലാത്തൊക്കെ ചൊല്ലി. അങ്ങനെയാണല്ലോ തലക്കര ജുമാഅത്ത് പള്ളി നടന്നത്. അങ്ങനെയാണല്ലോ കൊടുങ്ങല്ലൂർ ജുമാഅത്ത് പള്ളി നടന്നത്. അവിടെ ജുമാഅത്ത് എത്ര ബാങ്ക് വിളിച്ചു? മക്കയിലും മദീനയിലുള്ള പോലെ 2 ബാങ്ക് വിളിച്ചു. അങ്ങനെ മക്കയിലും മദീനയിലും നടക്കുന്നത് പോലെ ജുമാഅത്ത് 2 ബാങ്ക് വിളിച്ചുകൊണ്ട്, മക്കയിലും മദീനയിലും നടക്കുന്നത് പോലെ 20 റക്അത്ത് തറാവീഹ് നിസ്കരിച്ചുകൊണ്ട്, മക്കയിലും മദീനയിലും നടക്കുന്നത് പോലെ അറബിയിൽ ഏത് ഭാഷക്കാർ സദസ്സിലുണ്ടെങ്കിലും, സദസ്സിൽ ഏത് ഭാഷക്കാരുണ്ടെങ്കിലും ഇമാമിന്റെ ഭാഷ മാറലില്ല, അറബി തന്നെ ഉത്തമ സദസ്സിലാരാ നോക്കിയിട്ടല്ല. അങ്ങനെ നടക്കുന്ന മക്ക മദീനയിൽ നടക്കുന്നത് പോലെയുള്ള ദീൻ ബഹുമാനപ്പെട്ട മാലിക് ദീനാർ റളിയല്ലാഹു അൻഹു വന്ന് നമുക്ക് തളങ്കരയിൽ സ്ഥാപിച്ചു തന്നു. നിങ്ങൾ കാസർകോട്ടുകാരായതുകൊണ്ട് ഞാൻ തളങ്കര പറയാം. സ്ഥാപിച്ചു തന്നു. അതനുസരിച്ച് ജീവിച്ചു വരുന്നു. അങ്ങനെ ജീവിച്ചു വരുമ്പോ അപ്പൊ നമ്മൾ ആരെടുത്ത വെള്ളമെടുത്തത്? വെള്ളെടുത്ത മേലെ തട്ടിലുള്ള ആ മഹാന്മാരിൽ നിന്ന് അവര് തന്ന വെള്ളം അത് ഉപയോഗിച്ചിങ്ങനെ വരിക. അപ്പൊ ഒരു കൂട്ടര് അങ്ങനെ അവര് തന്ന വെള്ളം തന്നെ എടുക്കണമെന്നാ നമുക്കെന്താ സ്വന്തം വെള്ളം എടുത്തൂടെ? സ്വന്തം തന്നെ നമുക്ക് വെള്ളം എടുത്തൂടെ? ഖുർആൻ നമ്മുടെ കയ്യിലില്ലേ? ഹദീസ് നമ്മുടെ കയ്യിലില്ലേ? നമുക്ക് എന്നെ നോക്കൂടെ? നമുക്ക് എന്നെ കണ്ടുപിടിച്ചൂടെ? അങ്ങനെ കണ്ടുപിടിക്കാൻ ഇറങ്ങിയപ്പോൾ എന്തായി? സുബ്ഹാനല്ലാഹ്, 20 റക്അത്ത് തറാവീഹ് എന്ന പലക മുറിച്ച് 12 പലക മുറിച്ചു. 12 പലക മുറിച്ച് 20 തറാവീഹ് 8ആയി മാറി. അല്ലാഹ് കപ്പലിന്റെ പലക മുറിക്കാണ്. അറബിയിലുള്ള ഖുത്ബ മലയാളമാക്കി. സുബ്ഹാനല്ലാഹ്, മക്ക മദീനയടക്കം ലോകമെമ്പാടും കൊടുക്കുന്ന ജുമഅന്റെ ബാങ്ക് ഒന്നാക്കി ചുരുക്കി. അങ്ങനെ ഇസ്ലാം കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. ചോദിക്കട്ടെ മുസ്ലിമീങ്ങള്, ഇത് കാണുമ്പോൾ ആലിമീങ്ങൾ ഇതിന്റെ നിയമം എന്താണ്, ഇതിന്റെ ഭവിഷ്യത്ത് എന്താണ് എന്ന് ബോധ്യപ്പെടുത്താതെ ആലിമീങ്ങൾ സുബ്ഹാനല്ലാഹ് അവരെ സ്റ്റേജുകളിൽ ഗീബത്തും നമീമത്തും ഫിത്നയും ഫസാദുമായാൽ അല്ലാഹുവിന്റെ ദീൻ ഇവിടെ നിലനിൽക്കുമോ? ഞാനിപ്പോ നീട്ടി സംസാരിക്കുന്നില്ല. എല്ലാവരും വാങ്ങിക്കേണ്ട ഒരു CD. അള്ളാഹു ആര്, ഇസ്ലാം എന്ത്? അള്ളാഹു ആര്? അള്ളാഹിനെ പറ്റി നമ്മുടെ വിശ്വാസം ക്ലിയറാകണം. ഞാൻ പറയാൻ പോകുന്നു, മുജാഹിദിന്റെ വിശ്വാസം ഞാൻ പറയാൻ പോകുന്നുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം. അതൊക്കെ ഞാൻ അതിലും പറഞ്ഞിട്ടുണ്ട്. ആ CD വിശദമായി പറയാം. ഇസ്ലാം എന്ത് അത് നമ്മൾ മനസ്സിലാക്കണം. ഇസ്ലാം എന്ന് പറഞ്ഞാൽ നമുക്കാർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന മതം, നമ്മൾ ഉണ്ടാക്കിയ മതം. ഒരു മനുഷ്യ മതമാണോ അത്? ഞാൻ വിശദമായി അതിൽ പറഞ്ഞിട്ടുണ്ട്. തബ്ലീഗ് ജമാഅത്തിന് എന്താ കുഴപ്പം അതിൽ പറഞ്ഞിട്ടുണ്ട്. നൂൽശാസ്ത്രത്തിന്റെ കുഴപ്പം പറഞ്ഞിട്ടുണ്ട്. അങ്ങനത്തെ ഒരുപാട് വിഷയം ഞാൻ അതിൽ സംസാരിച്ചിട്ടുണ്ട്. അതാണ് അല്ലാഹു ആരി ഇസ്ലാം എന്ത് എന്ന പെരുമ്പാവൂരിലെ CD. നല്ല വാങ്ങിക്കോട്ടും. വേറൊരു CD ആണ് മദ്യപാനം വ്യഭിചാരം. വലിയ സിനിമയാണ്. അതിനെതിരെ ശക്തമായി ഞാൻ സംസാരിച്ചു. വേറൊരു CD അത് ശൈത്താൻ എന്താണ്, സിഹർ എന്താണ്, സിഹറുണ്ടോ ഇല്ലേ, ശൈത്താൻ ഉണ്ടോ ഇല്ലേ, കണക്ക് വെക്കാൻ പറ്റുമോ ഇല്ലേ, അങ്ങനെ തുടങ്ങി ഒരുപാട് സംഗതികൾ ഞാനതിൽ സംസാരിച്ചു. ജിന്നുണ്ടോ, ജിന്നില്ലേ, കുറെ വിഷയമുണ്ട്. എന്തെല്ലാം സംഗതികളാ. ഞാൻ ഇന്നാളൊരു സ്ഥലത്ത് നോക്കുമ്പോ ഒരാള് അയാള് പറയുന്നു, ഇതാ ഇപ്പോൾ എന്റെ ശരീരത്തിൽ അജ്മീർ സൈസ് ഇറങ്ങിയിരിക്കാം. അപ്പൊ സംസാരിക്കുന്ന അജ്മീർ സൈസ് കുറച്ചേറെ കഴിഞ്ഞപ്പോ മമ്പർ, കുറച്ചേ മോഡിഫൈസ്, കുറച്ചേ സൈസ്. അപ്പൊ അങ്ങനെ കേട്ടു നോക്കുമ്പോ മനസ്സിൽ തോന്നി, ഇയാള് എന്ന് പറഞ്ഞാൽ എല്ലാ ശൈഖന്മാരും ഇറങ്ങുന്ന എയർപോർട്ടാണ്. ഇയാളെ ഇങ്ങനെ ശൈഖന്മാരും ഇറങ്ങലാണ്. ഒക്കെ ജിന്ന. അതിരിക്കട്ടെ. അപ്പൊ ജിന്നിനെ സംബന്ധിച്ചുള്ള വലിയ തർക്കത്തിലാണ് മുജാഹിദികൾ തർക്കം കൂടുന്നതിന്റെ 15 കൊല്ലം മുമ്പ് സീതന്മാർ ജിന്നുകളൊന്നും കേസറ്റ് ഇറക്കിയാളാണ്. സീഡില്ല, കേസറ്റ് ഇറക്കിയാളാണ് ഞാൻ. അത് മുസ്ലിം സമുദായത്തെ പഠിപ്പിച്ചിട്ടുണ്ട്. കള്ളത്തരീക്കത്ത്, വ്യാജ തരീക്കത്തുകളെ സംബന്ധിച്ച് ഞാൻ വിശദമായി സംസാരിച്ചിട്ടുണ്ട്. ഇസ്ലാമിനെ നശിപ്പിക്കാനും വിവരക്കേട് കൈമുതലാക്കി പ്രവർത്തിക്കാനും വന്ന കക്ഷികൾക്കൊക്കെ സത്യം ഗ്രഹിക്കാൻ ആവശ്യമായത് ആയിരക്കണക്കിന് സീഡികളിലൂടെ പഠിപ്പിച്ചിട്ടുണ്ട്. സൂറത്ത് യാസീൻ തുടക്കം മുതൽ അവസാനം വരെ 7 ദിവസം പ്രസംഗിച്ച സീഡിയുണ്ട്. അങ്ങനെ എല്ലാ വിഷയത്തിലും സീഡി ഇപ്പൊ ഞാൻ ചുരുക്കി പറഞ്ഞ് നിർത്തുകയാണ്. 3ാമത്തെ പ്രസംഗമാണിത്. അവിടെ നീട്ടി പറയാൻ കഴിയൂല. ഓ സുഹൃത്തുക്കളെ, പറഞ്ഞു വരുന്നത് നിങ്ങൾ ഓർക്കണം, നമ്മുടെ മതം മനുഷ്യനിർമ്മിത മതമല്ല, അല്ലാഹുവിന്റെ മതമാണ്. ആ മതം പഠിപ്പിക്കാൻ അല്ലാഹ് ഇറക്കിയ ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. ആ ഖുർആൻ
ഏത് മനുഷ്യനും എടുത്തു നോക്കി സ്വന്തം ഇഷ്ടത്തിന് അർത്ഥം പറയാനുള്ളതല്ല, വ്യാഖ്യാനം പറയാനുള്ളതല്ല. ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, വതിൽകല്ലം തആലു നളിബുഹാ ലിന്നാസി ലഅല്ലഹും യതഫക്കറൂൻ. വതിൽകല്ലം തആലു നളിബുഹാ ലിന്നാസി വമാ യഖിലുഹാ ഇല്ലൽ ആലിമൂൻ. ഖുർആനിന്റെ സ്വഭാവമെന്ന് പറയുന്നത് ഖുർആൻ മോഡലുകൾ പറയലാണ്. അതാണല്ലോ വലഖദ് സർറഫ്നാ ഫീ ഹാദൽ ഖുർആനി ലിന്നാസി മിൻ കുല്ലി മസൽ. ഈ ഖുർആനിൽ എല്ലാ വിഷയത്തിന്റെ മോഡലുകളും പറഞ്ഞിട്ടുണ്ട്. ഖുർആനിൽ ഇല്ലാത്ത ഒരു വിവരവും ഇല്ല. ഖുർആൻ സ്പർശിക്കാത്ത ഒരു മേഖലയുമില്ല. ആ പരിശുദ്ധ ഖുർആൻ മോഡലുകൾ പറയലാണ്. ആ ഖുർആൻ ഡയറക്റ്റ് എടുത്തു നോക്കിയാൽ ഗ്രഹിക്കാൻ കഴിയൂല. അതുകൊണ്ട് ഖുർആൻ തന്നെ ഖുർആൻ എങ്ങനെ ഗ്രഹിക്കണമെന്ന് പഠിപ്പിച്ചു. അതേ വഅൻസൽനാ ഇലൈക ദിക്റ ലിതുബയ്യന ലിന്നാസി മാ നുസ്സില ഇലൈഹിം വലഅല്ലഹും യതഫക്കറൂൻ. ചിന്തിച്ച് മനസ്സിലാക്കണം ഖുർആൻ, നബി തങ്ങൾ വിവരിക്കണം ഖുർആൻ. ഈ രണ്ട് മാനദണ്ഡത്തോടെ ഖുർആൻ ഗ്രഹിക്കണം. അങ്ങനെ ചിന്തിക്കാൻ ആർക്ക് കഴിയും, ആർക്ക് മനസ്സിലാകും? അത് മറ്റൊരു സ്ഥലത്ത് ഖുർആൻ തന്നെ പറഞ്ഞു, വതിൽകല്ലം താലു നളിബുഹാ ലിന്നാസി വമാ യഖിലുഹാ ഇല്ലൽ ആലിമൂൻ. ഖുർആൻ പറയുന്ന മോഡലുകൾ അത് തികഞ്ഞ പണ്ഡിതന്മാർക്കല്ലാതെ മനസ്സിലാകൂല. അതാരാണ് ആ പണ്ഡിതന്മാർ? അവരെ പേരാണ് ഇമാമിങ്ങൾ. ശരിക്കും മനസ്സിലാക്കാം, തികഞ്ഞ പണ്ഡിതന്മാർ അവർക്കാണ് ഇമാമികൾ എന്ന് പറയുന്നത്. ഈ ഇമാമിങ്ങൾക്ക് മാത്രമേ ഖുർആൻ മനസ്സിലാവുള്ളൂ എന്ന് ഖുർആൻ പറയാം. ആ ഇമാമിങ്ങൾ പഠിപ്പിച്ചതനുസരിച്ച് ഇമാമികളിലെ ഏറ്റവും ആദ്യത്തെ തലമുറയായ സഹാബത്തും അവരെ പിൻഗാമികളും അങ്ങനെ ഇമാമിങ്ങളായ മഹാന്മാർ അവര് പഠിപ്പിച്ചതനുസരിച്ച് ഇസ്ലാം ഉൾക്കൊണ്ട് ജീവിക്കുന്നവർക്കാണ് സുന്നത്ത് ജമാഅത്ത് എന്ന് പറയുന്നത്. ഇവിടെ ഞാൻ അന്വേഷിച്ച് സുന്നത്ത് ജമാഅത്ത് അല്ലാത്ത ആരും വീട്ടുകാർ എത്രയുണ്ട് നോക്കുമ്പോൾ ഒരു ഡസൻ തന്നെ കഴിയൂല. അതാ മനസ്സിലായത്. ഇവിടെ ഉള്ള സുന്നികളാണ്. അല്ലാഹു തആല സുന്നത്ത് ജമാഅത്തിൽ തന്നെ എല്ലാവരെയും അടിയുറപ്പിച്ച് നിർത്തട്ടെ. തെറ്റിദ്ധരിച്ചു പോയവർ അല്ലാഹു തആല സുന്നത്ത് ജമാഅത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരട്ടെ. ലോകത്താകെ സുന്നികളാണ്. 99% ലോകത്ത് സുന്നത്ത് ജമാഅത്ത് വരാം. അല്ലാത്ത വളരെ കുറച്ച് ലോകത്താകെ സുന്നത്ത് ജമാഅത്ത് 4 മദ്ഹബ് അംഗീകരിക്കുന്നവർ. സുഹൃത്തുക്കളെ, ഈ സുന്നത്ത് ജമാഅത്ത്, ആ സുന്നത്ത് ജമാഅത്തിന്റെ വിഷയങ്ങളിൽ എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, അതിൽ എന്താ സ്വഹാബത്ത് പഠിച്ചത്, എന്താ ഇമാമുകൾ പഠിച്ചത്, അതിനപ്പുറം നമ്മളെ വകയിലൊന്നും കൂട്ടലൂല പോകുന്നത്. ഇനി ഞാൻ 1-2 ഉദാഹരണം മാത്രം പറയാം. നിങ്ങൾ നോക്കൂ, പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, السابقون الأولون من المهاجرين والأنصار والذين اتبعوهم بإحسان رضي الله عنهم ورضوا عنه. സ്വഹാബത്തിനെ പിന്തുടർന്നവരെ അല്ലാഹു പൊരുത്തപ്പെട്ടു, സ്വഹാബികളെ പിന്തുടർന്നവരെ അല്ലാഹു പൊരുത്തപ്പെട്ടു എന്ന് ഖുർആൻ. ആരാ പറഞ്ഞു? ഖുർആൻ ആരാ പറഞ്ഞു? അല്ലാഹു പറഞ്ഞു. ഇനി അതിലായിരിക്കും തർക്കം. ഈ സഹാബത്ത് ജുമഅത്ത് 2 ബാങ്ക് വിളിച്ചു, അത് സ്ഥിരപ്പെട്ടു എന്ന് സഹീഹുൽ ബുഖാരി ഹദീസ് 916 നമ്പർ ഹദീസ് എഴുതിയിട്ടുണ്ട്. സബത്തല്ലം അലാദാനി. ആരാ പറയുന്നത്? 7ാമത്തെ വയസ്സിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഹജ്ജിന് പോയ സഹാബി സായിബ് ഇബ്നു യസീദ് റളിയല്ലാഹു അൻഹു പറയാണ്, ഫസബത്തല്ലം അലാദാനി. ജുമഅത്ത് 2 ബാങ്ക് സ്ഥിരപ്പെട്ട് കഴിഞ്ഞു, ഒരു സഹാബിക്കും തർക്കമില്ല. ആ സഹാബത്തിനെ പിന്തുടർന്നാൽ അല്ലാഹു പൊരുത്തപ്പെട്ടു എന്ന് ഖുർആൻ. ഞാൻ ചോദിക്കട്ടെ, തളങ്കര ജമാഅത്ത് പള്ളിയിൽ ഇപ്പോഴും ജുമഅത്ത് 2 മുജാഹിദ് പള്ളി എന്ന പേരിൽ ഒരു ബിൽഡിംഗ് നിർമ്മിച്ചിട്ട് ജുമഅന്റെ ബാങ്കത്തിന് ഒന്നാക്കി. എന്തിനു ഒന്നാക്കി? മുസ്ലിമീങ്ങൾ ചിന്തിക്കണം. സഹാബത്ത് നരകത്തിലാണെന്നവർ വിശ്വസിച്ചു, നബിതങ്ങളെ സഹാബത്ത് നരകത്തിലാണെന്നവർ വിശ്വസിച്ചു. കാരണം അവർ ജുമഅക്ക് 2 ബാങ്ക് വിളിച്ചിട്ടുണ്ട്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവാണ് നടപ്പാക്കിയത്. അത് സഹാബത്തിൽ തർക്കമില്ലാതെ നടന്നിട്ടുണ്ട്. അത് ബുഖാരിയിലെ ഹദീസാണ്.
പക്ഷെ ആ ഹദീസ് അവർ കാണാഞ്ഞിട്ടല്ല, സഹാബത്ത് പഴച്ചു എന്നവര് വിശ്വസിച്ചു. ഉസ്മാൻ റളിയല്ലാഹു നരകത്തിൽ പോകുന്നു വിശ്വസിച്ചു. അങ്ങനെ ജുമഅന്റെ 2 ബാങ്ക് ഇന്നും മക്കയിലുണ്ട്, ഇന്നും മദീനയിലുണ്ട്, ഇന്നും യുഎഇയിലുണ്ട്, അതേ ബഹ്റൈനിലുണ്ട്, അതേ കുവൈത്തിലുണ്ട്. ലോകരാഷ്ട്രങ്ങളിൽ മുഴുവനും ജുമഅക്ക് ബാങ്ക് 2 ഉണ്ട്. കേരളത്തിലെ മുജാഹിദിന് ജുമഅക്ക് ബാങ്ക് 1. ഇതെവിടുന്ന് കിട്ടി മുസ്ലിമീങ്ങളെ? നിങ്ങൾ ശരിക്കൊന്ന് നിഷ്പക്ഷമായി ചിന്തിച്ചു നോക്ക്. പരിശുദ്ധമായ സഹീഹുൽ ബുഖാരിയിലെ ഫസബത്തൽ അംറു അലാ ദാലിക സ്ഥിരപ്പെട്ടു ജുമഅക്ക് ബാങ്ക് 2 എന്ന് വ്യക്തമായി സഹാബിയായ സഅദ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ട് അത് നടപ്പാക്കിയതാര്? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഉസ്മാനു ഫിൽ ജന്ന, ഉസ്മാൻ സ്വർഗത്തിലാണെന്ന് പേര് വെച്ച് പറഞ്ഞ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റസൂലുള്ളാഹിന്റെ 2 മകളെ വിവാഹം കഴിച്ച മഹാനാണ്. ആ ഉസ്മാൻ റളിയല്ലാഹു അൻഹു അടക്കമുള്ള സഹാബത്ത് നരകത്തിലാണെന്ന് വിധിച്ചിട്ടല്ലേ ജുമഅയുടെ 2 ബാങ്ക് ക്യാൻസൽ ചെയ്ത് മുസ്ലിം സമുദായത്തിൽ മുജാഹിദ് ഭിന്നിപ്പുണ്ടാക്കിയത്? നിങ്ങൾ ആലോചിച്ചു, എന്തിന് ഭിന്നിപ്പുണ്ടാക്കി? സമുദായത്തിൽ 2 ബാങ്ക് കൊടുത്താൽ എന്താ പറയാ? അല്ലാഹു അക്ബർ 2 പ്രാവശ്യം പറഞ്ഞാൽ അള്ള വലിയവനാന്ന് പറഞ്ഞാലും ആകാശം ഒടിഞ്ഞു പോവോ? അത് ഞങ്ങൾ പഠിപ്പിച്ചത് ആര്? അള്ള പറയുന്ന സഹാബത്തും സഹാബത്തെ പിന്തുടർന്നവരെ അള്ള പൊരുത്തപ്പെട്ടു. അള്ള പൊരുത്തപ്പെട്ടു, മുജാഹിദ് പൊരുത്തപ്പെട്ടിട്ടില്ല. നിങ്ങൾക്ക് അള്ളാന്റെ പൊരുത്തം വേണോ? മുജാഹിദ് മൗലവിയുടെ പൊരുത്തം വേണോ? അള്ളാഹുവിന്റെ അടിമകളെ, അള്ളാന്റെ വെള്ളം കുടിക്കുന്നവരെ, അള്ളാന്റെ ഭക്ഷണം കഴിക്കുന്നവരെ, അള്ള തരുന്ന ഓക്സിജൻ ശ്വസിക്കുന്നവരെ, അള്ള ആരോഗ്യം തന്നിട്ട് ജീവിക്കുന്നവരെ, അള്ളാന്റെ വെളിച്ചം ആസ്വദിക്കുന്നവരെ, അള്ളാന്റെ ഭൂമിയിൽ ജീവിക്കുന്നവരെ, അള്ളാന്റെ കോടതിയിൽ പോകേണ്ടവരെ, നിങ്ങൾ അള്ളാന്റെ പൊരുത്തത്തിലേക്ക് വരുന്നോ? അല്ല മുജാഹിദ് മൗലവിയുടെ പൊരുത്തത്തിലേക്ക് പോകുന്നോ? നിങ്ങൾ ശരിക്കൊന്ന് ചിന്തിക്കൂ. ഞാനീ പറഞ്ഞ ആയത്തില്ലാന്നോ അല്ലെ ഹദീസില്ലാന്നോ ആർക്കെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ മർഹബാ അഹ്ലൻ വസഹ്ലാ, എപ്പോഴും സ്വാഗതം. നമുക്ക് അതനുസരിച്ച് സംസാരിക്കാം. ഇത് ഒരു ഉദാഹരണം, സാധാരണക്കാർക്ക് മനസ്സിലായെന്ന് പറയാം. നിങ്ങൾ ശരിക്കും മനസ്സിലാക്കുക. സഹാബത്ത് ഇനിയോ ഈ സഹാബത്താണ് ലോകമെമ്പാടും ഇസ്ലാമതം പ്രചരിപ്പിച്ചത്. അപ്പൊ അവർക്ക് എത്ര സുഖാണ് ഓരോ നാട്ടിൽ പോയി ഇസ്ലാമിന്റെ കാര്യം പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി വെള്ളിയാഴ്ച ഉച്ചക്കേത്തെ ജുമേന്റെ ഖുതുബ അതൊക്കെ മലയാളത്തിൽ അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ, തമിഴിൽ, കർണാടകയിലും കന്നഡയിലും ഒക്കെ പറഞ്ഞാൽ ജനങ്ങളെ പഠിപ്പിക്കാൻ നല്ല സുഖമല്ലേനും അവർക്ക്. എന്നിട്ടോ അവരാരും തന്നെ ഓരോ നാട്ടിലും, വെറും കേരളത്തിലല്ല, ഓരോ നാട്ടിലും അറബിയല്ലാത്ത ഭാഷയിൽ ഖുതുബ ഓതിയില്ല. എന്തേ കാരണം? പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, വമാ അർസൽനാ മിർ റസൂലിൻ ഇല്ലാ ബിലിസാനി ഖൗമിഹി. ഏതൊരു റസൂലിനെയും നമ്മൾ അയക്കുന്നത് ആ റസൂലിന്റെ ജനങ്ങളെ ഭാഷയും കൊണ്ടാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുവന്ന മുഴുവൻ കർമ്മങ്ങളും അറബി ഭാഷയിലാണ്. നിസ്കാരം അറബിയിലാണ്, ബാങ്കും ഇഖാമത്തും അറബിയിലാണ്, സലാം ചൊല്ലൽ അറബിയിലാണ്, സലാത്തും ദിക്റും അറബിയിലാണ്, ബിസ്മി ചൊല്ലൽ അറബിയിലാണ്, അൽഹംദു പറയൽ അറബിയിലാണ്. എന്തിനധികം പറയണം? ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ വിളിക്ക് ഉത്തരം ചെയ്തുകൊണ്ട് ഹജ്ജിന് പോകുന്ന മനുഷ്യൻ ചൊല്ലുന്നത്, എല്ലാവരും ഒന്ന് ചൊല്ലിക്കോ, ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക. ഇവരോട് ചൊല്ലാൻ പറഞ്ഞു ഉറക്കുകയും പാടില്ല. ജിദ്ദ എയർപോർട്ടിൽ പോയി ഇറങ്ങി നോക്കുമ്പോ തടിച്ച് പോയിട്ട മനുഷ്യന്മാര് വെളുത്തിട്ട് വേറൊരു കൂട്ടത്തിൽ കാത്തിട്ട് തടിച്ച് പോയിട്ട മനുഷ്യന്മാര്, നല്ല ആരോഗ്യമുള്ളവര്, തീരെ ആരോഗ്യമില്ലാത്തവര്, മലയാളിയും ബംഗാളിയും, അങ്ങനെ തുടങ്ങി എല്ലാവരും വന്നിറങ്ങി. എല്ലാവരും ഒറ്റ ഭാഷയിൽ ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക. ഓരോരുത്തരും ഓരോ ഭാഷ, എല്ലാ കർമ്മത്തിലും ഇബാദത്തിലും ഓരോരുത്തർക്കും ഓരോ ഭാഷ, എല്ലാവർക്കും ഒരേ ഭാഷ, ഇസ്ലാമിന്റെ ഐക്യം ഒറ്റ ഭാഷ. അങ്ങനെ ഇല്ല. അപ്പൊ ഒരാൾ
മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറബി ഭാഷയിലാണ് ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ചൊല്ലിയത്. കാരണം മുഹമ്മദ് നബി അറബിയായിരുന്നു. അതേ സമയത്ത് ഞാൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നാട്ടിലെ ഭാഷയിൽ ചൊല്ലി. അതുകൊണ്ട് ഞാൻ കാസർകോട്ടുകാരനാണ്, ഞാൻ കാസർകോടൻ ഭാഷയിൽ ചെല്ലാൻ പോവാണ്. അങ്ങനെ അല്ലെ നാദാവൃത്തിയാണ് നാദാറും ഭാഷയിൽ ചെല്ലുകയാണ്. ഓരോ ജില്ലയിൽ ഓരോ ഭാഷ ഉണ്ടാവും, ഓരോ ജില്ലയിൽ ഓരോ ഭാഷ ഉണ്ടാവും അല്ലേ? നിങ്ങളിവിടൊക്കെ ഏത് ഭാഷ? നിങ്ങൾക്ക് മരത്ത് പൊത്തുക എന്ന് പറയുന്ന ഭാഷയാണോ എന്നെനിക്കറിയില്ല. ഞങ്ങളുടെ നാട്ടിൽ പോയി വന്ന് പോയി കുഞ്ഞിമോനെ എന്ന് പറയുന്ന ഭാഷയാണ് ഞങ്ങൾ നാദാവൂർ. വേറെ തൊട്ട കൊടുക്കുക ഇജ്ജി പജ്ജി എന്നൊക്കെ പറയുന്ന ഭാഷ വേറുണ്ട്. ഒറ്റ കൊടുക്കൽ താൻ പുള്ളിക്കാരെന്ന് പറയുന്ന ഭാഷ വേറുണ്ട്. ഓരോ സ്ഥലത്തും ഓരോ ഭാഷയാണല്ലോ. ഇരിക്കട്ടെ, ഓരോ നാട്ടുകാരും ഓരോ ഭാഷയിൽ അങ്ങോട്ട് ചെല്ലണം. അങ്ങനെ മലയാളി ഉത്തരം ചെയ്തും കൊണ്ട് വീണ്ടും ഉത്തരം ചെയ്തും കൊണ്ട് സെൽവിയെത്തിയില്ലാണ് അവനവന്റെ ഭാഷ. എന്താ ഉണ്ടാകുക? ഒന്നുമില്ല, പോലീസുകാർ വിട്ട് ആശുപത്രിയിലാക്കുന്നു. അതിന്റെ കാരണം ലോക മുസ്ലിമീങ്ങൾക്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്നതെല്ലാം ആ നബിയുടെ കുടുംബത്തിന്റെയും നാട്ടിന്റെയും ഭാഷയിലാണെന്ന് ഖുർആൻ. അതാ ഷാഫി ഇമാമിന്റെ തെളിവ്. ദിക്റുകളും ഖുതുബയും നിസ്കാരവും ഒക്കെ അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാഷയിലാകണം എന്നൊരു ഷാഫി ഇമാം അതാണ് തെളിവ് പറഞ്ഞത്. കിതാബുൽ റിസാലയിൽ എന്റെ വകയിൽ പറഞ്ഞതല്ല. എല്ലാ ദിക്റും ഏറ്റവും പ്രധാനപ്പെട്ട ദിക്റാണ് ഖുതുബ. ഖുർആൻ അല്ലാഹു പറഞ്ഞു, ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅത്തി ഫസ്അു ഇലാ ദിക്രില്ലാഹ്. വെള്ളിയാഴ്ച ബാങ്ക് വിളിക്കപ്പെട്ടാൽ അല്ലാഹുവിന്റെ ദിക്റിലേക്ക് വരണേ. ആ ദിക്ർ കൊണ്ട് ഉദ്ദേശം വദിക്റുൽ ലദീ യുഫഅലു ബഅദ നിദാഇ വൽ ഖുതുബ. അത് ഖുതുബയാണ്. ഇമാം നവവി റളിയല്ലാഹു അൻഹു പറയുന്നു, സ്വന്തം വകയിൽ ഞാൻ ഒന്നും പറയൂല. കാരണം സ്വന്തം വക പറയാൻ അധികാരമില്ല, അവകാശമില്ല, വിവരമില്ല. നമ്മൾ ഇമാമികൾ പറഞ്ഞതല്ലാതെ പറയൂല. അവർ അവകാശമുള്ളവരാണ്, അറിവുള്ളവരാണ്. അവര് പറയാണ് ഖുതുബയാണ്. അതുകൊണ്ട് ഉദ്ദേശം ആ ഖുതുബ ദിക്റാണ്. ഇസ്ലാമിൽ അറബിയിലല്ലാതെ ദിക്റില്ല എന്ന് മാത്രമല്ല, നബി ഇമാം റളിയല്ലാഹു അൻഹു പറയാണ്, അതേ മക്കളെ, നിങ്ങൾ അറബിയല്ലാത്ത ഭാഷയിൽ ഖുതുബ ഓതിയാൽ നിങ്ങളെ ജുമുഅ ബാത്തിലാണ്, നിസ്കാരം ബാത്തിലാണ്. എന്താ നബി ഇമാം റളിയല്ലാഹു അൻഹു തെളിവ്? നബി ഇമാം പറയുന്നു, സല്ലു കമാ റഅയ്തുമുനി ഉസല്ലി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ബുഖാരിയിലെ ഹദീസാണ്, ഞാൻ എങ്ങനെ നിസ്കരിക്കുന്നത് കണ്ട് മനസ്സിലാക്കിയോ അതുപോലെ നിസ്കരിക്കണം. വകാന യസ്തുബു ബിൽ അറബിയ. നബി തങ്ങൾ അറബി ഭാഷയിൽ മാത്രം ഖുതുബ ഓതി, അറബി ഭാഷയിൽ മാത്രമാണ് ജുമുഅ നിസ്കരിച്ചത്. അവിടെ അറബിയല്ലാത്ത ഭാഷയിൽ ഖുതുബ ഓതി ജുമുഅ നിസ്കരിച്ചാൽ ജുമുഅ ബാത്തിലാണ്. പേരോട് പറയുന്നതല്ല, കാന്തപുരം ഉസ്താദ് പറയുന്നതല്ല, മർഹൂം ഇ കെ ഉസ്താദ് പറഞ്ഞതല്ല. ഞങ്ങൾ ജനിക്കുന്നതിന് 800ഓളം കൊല്ലങ്ങൾക്ക് മുമ്പ് ബുഖാരിയിലെ ഹദീസ് ധരിച്ചുകൊണ്ട് ഇമാം നവവി റളിയല്ലാഹു അൻഹു പറയുന്നു. അതാ തെളിവാണ്, ബുഖാരിയിലെ ഹദീസ് തെളിവാണ്, റസൂലുള്ള പഠിപ്പിച്ചതാണ്. ഞാൻ നിസ്കരിച്ചതുപോലെ നിസ്കരിക്കണം. അവിടുത്തെ അറബിയിൽ ഖുതുബ ഓതി, അറബിയിൽ മാത്രമേ നിസ്കരിച്ചിട്ടുള്ളൂ. സഹാബത്ത് മുതൽ ഇന്ന് വരെ അങ്ങനെ മാത്രമേ നടന്നിട്ടുള്ളൂ. 400ഓളം കൊല്ലങ്ങൾക്ക് മുമ്പ് എഴുതി വെക്കുകയാണ്. അങ്ങനെ ഓരോ ഇമാമിങ്ങളും പറയുന്നു, അറബിയല്ലാത്ത ഭാഷയിൽ ഖുതുബ ഓതി ജുമുഅ നിസ്കരിച്ചാൽ ജുമുഅ ബാത്തിലാണ്. ഒരാഴ്ചത്തെ ദോഷം പുറത്തുവിട്ടേണ്ട നോക്കാം വെള്ളിയാഴ്ച. അന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അമല വെള്ളിയാഴ്ച ജുമുഅ. അത് ബാത്തിലാക്കിയ പിന്നെ മനുഷ്യന്റെ മുന്നിൽ ദീന് ബാക്കിയുണ്ടോ? ജുമുഅ ബാത്തിലായ പിന്നെ ദീനുണ്ടോ? അവിടെയാണ് നിങ്ങൾ തബ്ലീഗ് ജമാഅത്തിനെ കാണേണ്ടത്. തലശ്ശേരി സ്റ്റേഡിയം പടി തബ്ലീഗ് ജമാഅത്തുകാരല്ലേ നടത്തുന്നത്? പച്ച മലയാളത്തിലല്ലേ ഖുതുബ ഓതുന്നത്? അവിടെ മുജാഹിദ് ജമാഅത്ത് ഇസ്ലാമിയും അങ്ങനെ തന്നെ. കാരണം സംഗതി മൂന്നും ഒന്നെ സാധനം. ഓ സഹോദരന്മാരെ, നിങ്ങൾ ചിന്തിക്കണം, സുന്നത്ത് ജമാഅത്ത് വിട്ടുകൊണ്ടൊരു തബ്ലീഗ് ജമാഅത്തില്ല. സുന്നത്ത് ജമാഅത്ത് വിട്ടുകൊണ്ടൊരു മതം മുസ്ലിമീങ്ങൾക്കില്ല. അതുകൊണ്ടാണ് നമ്മുടെ മുൻഗാമികളായ നമ്മൾ കണ്ട മഹാന്മാർ
മർഹൂം കഞ്ഞിത്ത് ഉസ്താദ്, മർഹൂം ഈക്ക ഉസ്താദ്, മർഹൂം ഈയന ഉസ്താദ്, അങ്ങനെ നമ്മൾ കണ്ട വലിയ വലിയ ആലിമീങ്ങൾ, മർഹൂം ഓക്കെ ഉസ്താദ്, അന്നോണ ഉസ്താദ്, അങ്ങനെ ശ്രീ ഉസ്താദ്, അങ്ങനെ തുടങ്ങി നമ്മൾ കണ്ട വലിയ വലിയ ആലിമീങ്ങൾ, പുല്ലൂക്കർ ഉസ്താദിനെ പോലെ നമ്മുടെ ഗുരുവര്യന്മാർ, പി എ ഉസ്താദ്, അങ്ങനെ ആരെയൊക്കെ നമ്മൾ കണ്ടു. അവരാരും തന്നെ അറബിയല്ലാത്ത ഭാഷയിൽ ഖുതുബ സമ്മതിച്ചില്ല. പോരാ, നമ്മൾ കണ്ട ചില മഹാന്മാര്, സയ്യിദന്മാര്, സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങള്, പാണക്കാട് പൊക്കോയ തങ്ങള്, SYSന്റെ ആദ്യത്തെ പ്രസിഡന്റ് ആയിരുന്നില്ലേ? അങ്ങനെയുള്ള മഹാന്മാര്, നിങ്ങൾ ഈ അഹമ്മദ് സാഹിബ് എഴുതിയ പുസ്തകം വായിച്ചോ ഇല്ലേ എന്ന് എനിക്കറിയില്ല. പാണക്കാട് പൊക്കോയ തങ്ങളുടെ എത്ര കറാമത്താണ് മന്ത്രി അഹമ്മദ് സാഹിബ് എഴുതി വെച്ചത്. ഞാനത് വായിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനെ സയ്യിദന്മാരും ആലിമീങ്ങളും നമ്മൾ കണ്ടവരൊക്കെ സുന്നത്ത് ജമാഅത്തിലല്ലേ നമ്മൾ കണ്ടത്. ഈ അടുത്ത് നമ്മളെ വിട്ടുപിരിഞ്ഞു പോയ സയ്യിദ് മുഹമ്മദ് ശിഹാബ് തങ്ങളടക്കം അല്ലാഹുവേ മരണപ്പെട്ടു പോയ മുഴുവൻ സയ്യിദന്മാരുടെയും ആലിമീങ്ങളുടെയും ഖബറുകൾ നീ സന്തോഷത്തിലാക്കണേ റഹ്മാനേ. ഓ മുഅ്മിനീങ്ങളെ, അവർ സുന്നത്ത് ജമാഅത്തിലല്ലേ ഉണ്ടായത്. അവരാരും തബ്ലീഗ് ജമാഅത്തിൽ മെമ്പറായിട്ടില്ല, അവരാരും മുജാഹിദായിട്ടില്ല, അവർ ജമാഅത്ത് ഇസ്ലാമി ആയിട്ടില്ല. അവിടുന്ന് അങ്ങോട്ട് മുന്നോട്ട് പോയാൽ ബഹുമാനപ്പെട്ട സഹാബത്തല്ലേ ഇസ്ലാം ദീൻ ലോകമെമ്പാടും പ്രചരിപ്പിച്ചത്. അവർ പ്രചരിപ്പിച്ച ഒരു നാട്ടിലും അറബിയല്ലാത്ത ഭാഷയിൽ അവർ ഖുതുബ നിർവഹിച്ചിട്ടില്ല. അതിന് പകരം മലയാളത്തിലുള്ള ഖുതുബ തുടങ്ങിയ മുജാഹിദിനോടും ജമാഅത്തെ ഇസ്ലാമിക്കാരോടും അതേ തബ്ലീഗുകാരോടും, ഓ മുസ്ലിമീങ്ങളെ, നിങ്ങളൊന്ന് ചോദിക്കൂ, മലയാള ഭാഷയിൽ ഖുതുബ ഓതുന്നതിന് ഖുർആനിൽ ആയത്തുണ്ടോ? വല്ലാഹി ഇല്ല. ഹദീസുണ്ടോ? വല്ലാഹി ഇല്ല. ഇജ്മാ ഉണ്ടോ? വല്ലാഹി ഇല്ല. ഖിയാസുണ്ടോ? വല്ലാഹി ഇല്ല. ലോകത്തിൻ്റെ വരെ ഒരു പണ്ഡിതരും അങ്ങനെ ഒരു തെളിവ് ഉദ്ധരിച്ചിട്ടില്ല, ഉദ്ധരിക്കാൻ സാധ്യവുമല്ല. ഞാൻ മർക്കസിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ്. തൃശൂർ ജില്ലയിലെ പുതിയകാവിന്റെ ഒരു സംവാദമാണ്. കാന്തപുരസ്താദാണ് സംവാദത്തിന് നേതൃത്വം കൊടുക്കാൻ മഹല്ല് കമ്മിറ്റിക്കാർ ക്ഷണിച്ച് കൂട്ടിക്കൊണ്ടുപോയത്. ഞാൻ കിതാബ് എടുത്തു കൊടുക്കാൻ വേണ്ടി, ഞാൻ വിദ്യാർത്ഥിയാണ്, ഞാനും പഠിക്കാൻ വേണ്ടി ഉസ്താദിന്റെ കൂടെ ഉണ്ട്. ഉസ്താദിന് ആയിരക്കണക്കിന് ശിഷ്യന്മാരുണ്ട്. ഞാനൊരു ഒരു ചെറിയ ശിഷ്യനാണ്. എന്നെക്കാൾ വലിയ എത്രയോ ആലിമീങ്ങളുണ്ട്. ഉസ്താദിന്റെ 17,000 ശിഷ്യന്മാരുണ്ട്. അല്ലാഹു തആല എല്ലാവർക്കും ദീനീ ഖിദ്മത്തിന് തൗഫീഖ് നൽകുമാറാകട്ടെ. സുഹൃത്തുക്കളെ, അത്ര ശിഷ്യസമ്പത്തുള്ള ഒരു പണ്ഡിതൻ എന്റെ അറിവിൽ വേറെ ഇല്ല. ഇന്നും 800ഓളം കുട്ടികളെ ഇരുത്തി സുബഹിന് ശേഷം സഹീഹുൽ ബുഖാരി ദർസ് നടത്തുന്ന ഒരേ ഒരു പണ്ഡിതൻ ലോകത്തുണ്ടെങ്കിൽ അത് കാന്തപുരം ഉസ്താദ് മാത്രമേ ഉള്ളൂ. ലോകത്ത് 800ഓളം ആലിമീങ്ങളെ ദിവസം സഹീഹുൽ ബുഖാരി ദിവസേന ഓതി കൊടുക്കുന്ന ഒരു പണ്ഡിതൻ. ഉസ്താദല്ലാതെ വേറൊരു പണ്ഡിതനെ ഞാൻ കേട്ടിട്ടില്ല, കണ്ടിട്ടില്ല. എന്നതിൽ അഡ്രസ് പറഞ്ഞാൽ ഞാൻ നമുക്ക് ചെന്ന് നോക്കാം, കുഴപ്പമൊന്നും. ഞാൻ പറഞ്ഞു വരുന്നത് മുജാഹിദിനെ ദേശമൊന്നും പിടിക്കണ്ട സഹോദരന്മാര്. ഞാൻ പറഞ്ഞത്, അപ്പൊ ഉസ്താദിന്റെ കൂടെ വാദപ്രയോഗത്തിന് ഞാനും പോയി കിതാബ് എടുത്ത് കൊടുക്കാൻ. ഉസ്താദ് ചോദിച്ചു വാദപ്രയോഗത്തിൽ അപ്പുറത്തുള്ള മൗലവിനോട് ചോദിച്ചു, അല്ല മൗലവി സാഹിബേ, അല്ലാഹുവിന്റെ റസൂലിന്റെ കാലഘട്ടം മുതൽക്ക് 1300 കൊല്ലത്തിനിടയിൽ 1300 കൊല്ലത്തിനിടയിൽ ലോകത്ത് ഏതെങ്കിലും ഒരു പള്ളിയിൽ അറബിയല്ലാത്ത ഭാഷയിൽ ഒരു ഖുതുബ നിർവഹിച്ചതായി ഒരു ചരിത്ര രേഖ തെളിയിക്കാമോ? അപ്പൊ മൗലവിന്റെ മറുപടി പറയും, 1300 കൊല്ലം കൊള്ളിക്കിഴങ്ങിന്, ഇവിടെ എന്താ പറയാ, കൊള്ളിക്കിഴങ്ങിന് ആരും തിന്നിട്ടില്ലാന്ന് മനസ്സിലാക്കിയത് തിന്നൂടാന്നുണ്ടോ? അയാളെ മറുപടിയാ, കൊള്ളിക്കിഴങ്ങ് 1300 കൊല്ലാറ് മനസ്സിലാക്കിയത് തിന്നൂടാന്നുണ്ടോ? ആ പുതിയ കാവിലെ മഹല്ല് കമ്മിറ്റിക്കാർ യോഗം ചേർന്നിട്ട് പറഞ്ഞു, ചെയ്യാമെന്നാലും ഇവിടെ അറബിക്കന്നെ കുത്തുവക്കാരൻ ഞങ്ങളെ കുത്തുവ കൊള്ളിക്കിഴങ്ങ് പോലെയല്ല. അതെന്താ? കൊള്ളിക്കിഴങ്ങ് പലർക്കും ഗ്യാസ് കൊണ്ട് പറ്റാത്ത സാധനമാണ്. മറ്റൊന്ന്, കൊള്ളിക്കിഴങ്ങ് നിന്നെങ്കിൽ വെള്ളിയാഴ്ച ആവണമെന്നുണ്ടോ? കൊള്ളിക്കിഴങ്ങ് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും തിന്നൂടെ? പെണ്ണുങ്ങൾക്ക് കുത്തു ഓതാൻ പറ്റും. കൊള്ളിക്കിഴങ്ങ് മുസ്ലിമിനും അമുസ്ലിമിനും തിന്നൂടെ? അമുസ്ലിമിന് ഓതാൻ പറ്റും. കൊള്ളിക്കിഴങ്ങ് നിന്നെങ്കിൽ വെള്ളിയാഴ്ച ഉച്ചക്ക് മുഹൂർത്ത സമയത്താണോ? എപ്പോൾ തിന്നൂടെ? കൊള്ളിക്കിഴങ്ങ് എന്ന് പറയുന്നത് തിന്നണമെങ്കിൽ ഒതു വേണം. കൊള്ളിക്കിഴങ്ങ് തിന്നെങ്കിൽ അവിടത്ത് മറക്കണം. കൊള്ളിക്കിഴങ്ങ് തിന്നണമെങ്കിൽ ജനാമത്ത് കുടിക്കണം. കൊള്ളിക്കിഴങ്ങ് തിന്നണമെങ്കിൽ 40 ആൾ സാഹസിലുണ്ടാണോ? സുബ്ഹാനല്ലാഹ്, ജുമഅത്തുൽ അതിന് എത്ര നിബന്ധനയുണ്ട്, എത്ര വലിയ ഇബാദത്താണിത്. ഈ ഇബാദത്ത് പോലെ കൊള്ളിക്കിഴങ്ങ് പോലെ ആണ് ഖുർആൻ വിചാരിക്കുന്ന കമ്പനിയോട് പിന്നെന്ത് പറയാനാ?
അപ്പോ അവിടുത്തെ ആൾക്കാർ കമ്മിറ്റിക്കാർ തീരുമാനിച്ച അറബി തന്നെ ഖുത്ബ. ഇപ്പോഴും അറബി തന്നെ ഖുത്ബ. അവിടെ പുതിയ കാവിൽ ഞാൻ സംവാദത്തിന് പോയാ സുബ്ഹാനല്ലാഹ്. ഞാൻ പറഞ്ഞു വന്നത് തലശ്ശേരിയിലൊരു സ്ഥലവും പുന്നോല് നൗഷാദിന്റെ പേര്. അവിടെ ഒരു ആചാര്യനായിരുന്നു, മുസ്ലിം ലീഗിന്റെ അവിടുത്തെ പ്രസിഡന്റായിരുന്നു. ഞാൻ ദർസിൽ ഉള്ളൂക്കത്തെ കാലത്ത് അവിടെ ഒരു വയതുവരുന്നു. ആ വയതിൽ ഖുത്ബ അറബിയിലായിട്ടൊന്ന് വയതുവരും. കാരണം തൊട്ടടുത്തൊരു പള്ളിയിലും ഖുത്ബ മലയാളത്തില, ബാക്കിയൊക്കെ സുന്നി ആചാരം, ഖുത്ബ മാത്രം മലയാളം. അങ്ങനെ പ്രസംഗം കഴിഞ്ഞപ്പോൾ ഈ ആചാര്യൻ എഴുന്നേറ്റ് നിന്നിട്ട് ഒറ്റപിടി, പുന്നോൽ പള്ളിയിലെ ഖുത്ബ പരിഭാഷ നിർത്തുക, ബാക്കിയുള്ള അല്ലാഹു അക്ബർ വേറുള്ളൂ. പിന്നെ ഇനി വരെ അവിടെ അറബിയിലല്ലാതെ ഖുത്ബ ഇല്ല ആ പ്രദേശം. ഓ സഹോദരൻ, അതാണ് ഉത്ബോധനം മോമിനിയിട്ട് ഫലം ചെയ്യും. ഈമാനുണ്ടെങ്കിൽ ഫലം ചെയ്യും. അത് പണ്ഡിതന്മാരെ ഉത്തരവാദിത്തമാണ്, അവരത് നിർവഹിച്ചേ പറ്റൂ. അപ്പൊ ഞാൻ പറയട്ടെ, മുസ്ലിമീങ്ങളെ ഇബാദത്ത് ജുമാ നിസ്കാരം ബാത്തിലാക്കുകയാണ് പുത്തൻവാദി. അത് ഈ മൗലവിമാര് ചെയ്യുന്ന ദീനിനോട് ചെയ്യുന്ന ശത്രുത, ദീനിനോട് ചെയ്യുന്ന എത്രയോ വലിയ അക്രമം. അത് ചെറിയ അക്രമമല്ല. ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്താണ് നിസ്കാരം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ജുമാ. ആ ജുമാ നിസ്കാരം ബാത്തിലാക്കുന്നവനേക്കാൾ അക്രമി ആരാണ്? മുസ്ലിമീങ്ങളെ. ചിലരുടെ ധാരണ തെബിലീയമായിട്ട് നിസ്കരിപ്പിക്കുമെന്ന് നടക്കുന്നവരാണ്. അങ്ങനല്ല, നിസ്കാരം ബാത്തിലാക്കാൻ നടക്കുന്നവരാണ്. അത് ഞാൻ എന്റെ പ്രസംഗത്തിലതാ പറഞ്ഞിട്ടുള്ളത്. സ്റ്റേഡിയം പള്ളിയിൽ, തലശ്ശേരിയിൽ, അവിടെ മാത്രമല്ല വേറെ പല സ്ഥലത്തുണ്ട്. മലയാളത്തിൽ ഖുത്ബ നടക്കുന്നു, ജുമാ ബാത്തിലാക്കാൻ. ജുമാ നിസ്കരിപ്പിക്കലല്ല അവരുടെ ഡ്യൂട്ടി. അവരുടെ ഡ്യൂട്ടി ജുമാ ബാത്തിലാക്കാനാണ്. അല്ലെങ്കിൽ അവർ പറയുന്നത് അങ്ങനെയല്ല. ഞാൻ അവിടെയും സംവാദത്തിൽ വെല്ലുവിളിച്ചിട്ടുണ്ട്. ചൊയലി അബ്ദുള്ള മൗലവിയുണ്ടായിരുന്നു. ഞാൻ ദർസ് പഠിക്കുന്ന കാലത്ത് അവിടുത്തെ ഖതീബ. ഞാൻ വെല്ലുവിളിച്ച് കിതാബ് എടുത്ത് പോയി കാത്തുണ്ട്. അയാൾക്ക് കത്ത് കൊടുത്താൽ അയാൾ വരുന്നുണ്ട്. പക്ഷെ അയാൾ ബാംഗ്ലൂർ പോയിട്ടുണ്ട്. ഞാൻ പിന്നെ അവിടെ നിന്ന് കിതാബൊക്കെ വായിച്ച് ഇവരൊക്കെ പറഞ്ഞ് ഞാനിങ്ങോട്ട് പോകുന്നു. പിന്നെ കഴിഞ്ഞ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അയാൾ മുജാഹിദായി. സംഗതി ഇപ്പൊ റെഡി തന്നെയാണ്. ഇങ്ങനെ സ്റ്റെപ്പായിട്ട് പോയതാണ്. അതിപ്പോ മുജാഹിദ് വഴിയിലാണ്. ഓ സഹോദരന്മാരെ, നിങ്ങൾ ചിന്തിക്കണം. ഒരു കാര്യം, അതെന്താണ് കൊടുക്കുന്നത്? കൊടുക്കുന്നതിന് കുഴപ്പമില്ല, വാങ്ങുന്നതിന് കുഴപ്പമില്ല, വായിച്ചുകൊടുക്കാൻ പാടില്ല. വായിക്കൽ എന്റെ പ്രസംഗം കഴിഞ്ഞിട്ട് വാങ്ങിയുടെ വെച്ചോളി, അവരെ സീഡിയും വാങ്ങിയുടെ വെച്ചോളി. ഇവിടുന്ന് വയ്ക്കലില്ല, ഇവിടുന്ന് വിതരണമാണ്, വർക്കൊണ്ടിട്ട് വയ്ക്കില്ല. അപ്പോ അല്ലെ പിന്നെ ഞാൻ പ്രസംഗിച്ച് ബന്ധമില്ല. ഞാൻ പറഞ്ഞു വന്നത് നിങ്ങൾ ഓർക്കണം. അപ്പൊ അല്ലാഹുവിന്റെ ദീന് പൊളിക്കാണ്, നിസ്കാരം ബാത്തിലാക്കാണ്. അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി ഹദീസ് അവർ സ്വീകരിച്ചില്ല. ലാ തുബ്തിലു അഅമാലക്കും, നിങ്ങൾ അമൽ ബാത്തിലാക്കലെന്ന് ഖുർആൻ പറഞ്ഞതാണ്. ആ ഖുർആൻ മൗലവിമാർ സ്വീകരിച്ചില്ല. ഇനി നിങ്ങൾ നോക്കൂ, ഏത് വിഷയം ഖുർആനിൽ അല്ലാഹു പറയുന്നു, വഖർന ഫീ ബുയൂതികുന്ന വലാ തബറജ്ന തബറുജൽ ജാഹിലിയ്യത്തിൽ ഊലാ വഅഖിന്നസ്സലാ. സ്ത്രീകളെ, നിങ്ങൾ വീട്ടിൽ അടങ്ങി ഒതുങ്ങി കഴിയണേ, നിങ്ങൾ ഭംഗി പ്രകടിപ്പിക്കരുതേ, നിങ്ങൾ നിസ്കാരം മുറച്ച് നിർവഹിക്കണേ. ഇങ്ങനെ അല്ലാഹു പറഞ്ഞത് വീട്ടിൽ അടങ്ങി ഒതുങ്ങി കഴിയണം, നിസ്കരിക്കണം. വീട്ടിൽ നിന്ന് പള്ളിയിൽ പോയി നിസ്കരിക്കണമെന്നല്ല ഖുർആനിൽ പറഞ്ഞത്. വീട്ടിൽ അടങ്ങി ഒതുങ്ങി കഴിയണം, നിസ്കരിക്കണം. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, വബുയൂതുഹുന്ന ഖൈറുൻ ലഹുന്ന, സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ അവരുടെ വീടാണ് ഖൈർ. ഇനി ആരാ പറയേണ്ടത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലാതെ ഇനി ആരാ പറയേണ്ടത്? ആർക്കാണ് സത്യവിശ്വാസി എന്ന് പറയുന്നത്? ആർക്കാണ് ഈമാനുള്ളത്? ഓ മുസ്ലിമേ, നബിതങ്ങളെ തീരുമാനം അംഗീകരിക്കാത്തവൻ മോമിനല്ലെന്ന് പേരോട് പറയല്ല. ഖുർആനിൽ അല്ലാഹു പറയാണ്, ഫലാ വറബ്ബിക ലാ യുമിനൂന ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും ثم لا يجدوا في أنفسهم حرجا مما قضيت ويسلموا تسليما. നബിയേ, തങ്ങളെ റബ്ബിനെ തന്നെയാണ് സത്യം. അവര് മുഅ്മിനീങ്ങളല്ല, സത്യവിശ്വാസികളല്ല, മുസ്ലിമീങ്ങളല്ല. ആരെപ്പറ്റിയാ പറഞ്ഞത്? അവർക്കിടയിലുള്ള തർക്കത്തിൽ തങ്ങളുടെ തീരുമാനം അംഗീകരിക്കാത്തവൻ മുഅ്മിനല്ല, വല്ലാഹി മുഅ്മിനല്ല.
ഖുർആൻ സത്യം ചെയ്ത് പറയാണ്, തങ്ങൾ ഒരു തീരുമാനം പറഞ്ഞാൽ പിന്നെ മനസ്സിന് അത് അംഗീകരിക്കുന്നതിന് ഒരു മനക്ലേശം ഉണ്ടാക്കാൻ പാടില്ല. 100% അംഗീകരിക്കാത്തവൻ മുഅ്മിനല്ല. വയുസല്ലിമു തസ്ലീമാ. നബിയേ, തങ്ങളെടുത്ത തീരുമാനം അംഗീകരിച്ച് പൂർണ്ണമായി തങ്ങൾക്ക് ഏൽപ്പിച്ചു തരണം. അല്ലാത്തവൻ മുഅ്മിനല്ല. റബ്ബിനെ തന്നെ സത്യം മുഅ്മിനല്ല. സത്യം ചെയ്തിട്ടാണ് അല്ലാഹ് പറഞ്ഞത്. എന്നാ സുഹൃത്തേ, അല്ലാഹ് പറയുന്നു വീട്ടിലടങ്ങി ഒതുങ്ങി കഴിഞ്ഞ് നിസ്കരിക്കണേ സ്ത്രീകളെ. നബി തങ്ങൾ പറയുന്നു ബുയൂതുഹുന്ന ഖൈറുൽ ലഹുന്ന. സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ അവരെ വീടാണ് ഖൈർ. മൗലവിമാര് പറയുന്നു പള്ളിയിൽ പോകലാണ് ഖൈർ. റസൂലുള്ളാഹിന്റെ തീരുമാനം അംഗീകരിച്ചില്ല, ഖുർആൻ അംഗീകരിച്ചില്ല. ശാഫിഈ ഇമാം തങ്ങൾ പറഞ്ഞു, വലൗ കാന ലഹുന്ന ഫീ ദാലിക ഫദ്ലുൻ ലഅമറൂഹുന്ന ബിഹി വലഅദിനൂ ലഹുന്ന ഫീഹി. എന്തെങ്കിലും ഒരു പുണ്യം സ്ത്രീകൾ പള്ളിയിൽ ജമാഅത്തിന് പോകുന്നതിനുണ്ടെങ്കിൽ സഹാബത്ത് സമ്മതം കൊടുക്കുമായിരുന്നു. പക്ഷേ സമ്മതം കൊടുത്തിട്ടില്ല. കൽപ്പിക്കുമായിരുന്നു, കൽപ്പിച്ചിട്ടില്ല. നബി തങ്ങൾ കൽപ്പിച്ചിട്ടില്ല, സമ്മതം കൊടുത്തിട്ടില്ല. അതുകൊണ്ട് സ്ത്രീകൾ പള്ളിയിൽ പോകുന്നതിൽ ഒരു പുണ്യവുമില്ല. തങ്ങൾ ഖുർആനും ഹദീസും അനുസരിച്ച് അവിടെ ഇഖ്തിലാഫുൽ ഹദീസ് എന്ന കിതാബിൽ പറയുന്നു, ഒരു വിവരവുമില്ലാത്ത മൗലവി സ്ത്രീകളെ പള്ളിയിലേക്ക് വിളിക്കുന്നു. സുഹൃത്തുക്കളെ, അള്ളാന്റെ ദീന് മാറ്റിമറിക്കുന്നത് കണ്ടോ? ഖുർആനിനെ എതിർക്കുന്നത് കണ്ടോ? റസൂലുള്ളാഹിനെ എതിർക്കുന്നത് കണ്ടോ? സഹാബത്തിനെ എതിർക്കുന്നത് കണ്ടോ? ഇതല്ലേ മുജാഹിദാശയം? ഇതല്ലേ ജമാഅത്ത് ഇസ്ലാമി? ഇതല്ലേ തബ്ലീഗ് ജമാഅത്ത്? ഇനി നിങ്ങൾക്ക് കേൾക്കണോ? നമ്മളെ ആലിമീങ്ങളെ എല്ലാം ചീത്ത പറഞ്ഞു, നമ്മളെ ആലിമീങ്ങളെല്ലാം മുശ്രിക്കാണെന്ന് പറഞ്ഞു, എല്ലാവരെയും കുറ്റം പറഞ്ഞു. എന്നാൽ ഇപ്പോൾ മുജാഹിദ് പറയുന്നു മുഹമ്മദ് നബി പിഴച്ചുപോയി. എല്ലാവരും എന്നിട്ട് സലാത്തിൽ അങ്ങനെ പറയാൻ എന്റെ നാവ് തന്നെ അനുവദിക്കുന്നില്ല. ഒരു 3 സലാത്തിലുള്ള സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. ഒരു 2 മിനിറ്റ് അവിടെ ഒന്നോളി. നല്ലതാ, ക്ഷീണമാണ്. നിങ്ങൾ മനസ്സിലാക്കണം സുഹൃത്തുക്കളെ, ഞാനതൊക്കെ എന്റെ അല്ലാഹു അൽ ഇസ്ലാം എന്ന സീഡിയിൽ ഓരോന്നും കാണിച്ച് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ നോക്കൂ, അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി, ആ റസൂലുള്ള പിഴച്ചു എന്നാണ് മുജാഹിദിന്റെ വാദം. ഞാൻ ആരോപണം പറഞ്ഞു എന്ന് നിങ്ങൾക്ക് തോന്നണ്ട. അവരുടെ ഖുത്ബ മലയാളമാണെന്ന് നിങ്ങൾക്കൊക്കെ അറിയുന്ന കാര്യമാണ്. അവരുടെ തറാവീഹ് മക്ക മദീനയിലുള്ളതുപോലെ സ്വഹാബത്ത് നിർവഹിച്ചതുപോലെ നബി തങ്ങൾ പഠിപ്പിച്ചതുപോലെ 20 ഇല്ല നിങ്ങൾക്കറിയുന്നതാണ്. ജുമയ്ക്ക് അവർക്ക് ഒറ്റ ബാങ്കാണെന്ന് നിങ്ങൾക്കറിയുന്നതാണ്. അതിനൊന്നും ഞാൻ വേറെ പുസ്തകം തെളിവ് പറയേണ്ടതില്ല. എന്നാ മുഹമ്മദ് നബിക്ക് പിഴച്ചു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പിഴച്ചു എന്ന് മുജാഹിദ് പറഞ്ഞു എന്ന് പറയുമ്പോ ചിലർക്ക് തോന്നും അതൊക്കെ ഇവര് വെറുതെ പറയാണെന്ന്. അല്ല അല്ല, വെറുതെ പറയുന്ന ഏർപ്പാടില്ല. ജീവിതത്തിൽ ഇന്ന് വരെ തെളിവ് കിട്ടാതെ ഒരു കാര്യം സംസാരിച്ചിട്ടില്ല. മരിക്കുന്നത് വരെ തെളിവ് കിട്ടാതെ പറയൂല. ഇന്ന് വരെ പറയൂല. പക്ഷെ തെളിവിന് ഓരോന്നിനോരോ ഇത് തെളിവാണ്. തെളിവ് എന്ന് പറഞ്ഞ ഓരോന്നിനോരോ തെളിവല്ലേ മോനെ? ഇന്നെന്താഴ്ച? ഇന്നെന്താഴ്ചയാണ്? ശനിയാഴ്ച. ഞായറാഴ്ച 12 മണി കഴിഞ്ഞു. എന്നാ ഞായറാഴ്ച. ശനിയാഴ്ച പറഞ്ഞ ഒരു കുഴപ്പമില്ല, 2 നമുക്ക് ഒപ്പിക്കാം. ആയിക്കോട്ടെ, എന്നാ ഞായറാഴ്ച ആയിക്കോട്ടെ. ഞായറാഴ്ച എന്താ തെളിവ്? എവിടെ വിഷയം? ഇന്ന് ഞായറാഴ്ച എന്നുള്ളൊരു എന്താ തെളിവ്? ആയിക്കോ പറയാ തെളിവ്. ഇന്നലെ ശനിയാഴ്ച ആയിരുന്നു, അതിനെന്താ തെളിവ്?
പിന്നാന്ന് വെള്ളിയാഴ്ച അതിൻ്റെ തെളിവ് വരുന്ന ഞായറാഴ്ച വരെ എഴുതി പോകുമ്പോൾ അതിൻ്റെ തെളിവ് ഇതിലെ ചോദ്യം വരും. അപ്പം അതിൻ്റെ തെളിവ് നമ്മളെ മുൻഗാമികൾ നമ്മളങ്ങനെ പഠിപ്പിച്ചു എന്നല്ല. ഏറ്റവും വലിയ തെളിവാണ് മുൻഗാമികളൊന്നടങ്കം അങ്ങനെ പഠിപ്പിച്ചു. അതിൻ്റെ തെളിവ് മുൻഗാമികൾ പഠിപ്പിച്ച തെളിവാണ്. മനസ്സിലായില്ലേ? ഈ കാസർഗോഡ് ജില്ലയിൽ എത്ര മക്ബറ ഉണ്ട്. ഞാൻ ഇന്നലെ ഒരു മക്ബറ ഉറൂസിന് ഞാൻ വെച്ചു ഈ മക്ബറുള്ള ആളെ അഡ്രസ്സ് പറഞ്ഞു തരാൻ കഴിയോ, ഉപ്പാന്റെ പേര് പറയാൻ കഴിയോ, ഉമ്മാന്റെ പേര് പറയാൻ കഴിയോ, ഉസ്താദിന്റെ പേര് പറയാൻ, ശിഷ്യന്റെ പേര് പറയാൻ കഴിയോ, മരിച്ച കൊല്ലം പറയാൻ കഴിയോ? ഒറ്റ ഒന്നും പറയാൻ കഴിയില്ല. അവിടെ എപ്പോഴോ കാലമായിട്ട് മുസ്ലിമുകൾ ഉറൂസ് നടത്തുന്നുണ്ട്. ഇനിയിപ്പോ ഒരു പുതിയ മുസ്ലിയാരോ മൗലവിയോ വന്നിട്ട് ഈ ഇതിന് സനദില്ല, ഇതിന് പേരില്ല, വാപ്പാന്റെ പേര് കിട്ടിയില്ല, ഇവിടുന്ന് വന്നതെന്ന് കിട്ടിയില്ല, അതുകൊണ്ട് ഉറൂസ് പാടില്ല എന്ന് പറഞ്ഞാൽ ഏകാസ മുജാഹിദാണ് അവൻ. മനസ്സിലാക്കണം. മുൻഗാമികളായ ആളുകൾ ഒന്നടങ്കം ഒരു സംഗതി അംഗീകരിച്ചു വന്നാൽ അത് തന്നെയാണ് ഏറ്റവും വലിയ സനദ്, അതിന്റെ ഏറ്റവും വലിയ തെളിവ്. ഒരാൾ ഹജ്ജിന് പോയി വരുമ്പോൾ ദന്തം വെള്ളം കൊണ്ടുപോകും, ദന്തം വെള്ളം കൊണ്ടുപോകും ഇങ്ങനെ കൊടുക്കുക. അപ്പം ഇത് ദന്തം വെള്ളം എന്നുള്ള എന്താ തെളിവ്? കേട്ടോ, ഞാൻ ഹജ്ജിന് പോയി വന്നിട്ട് എന്നെ പറ്റിച്ചിട്ട് എന്താ കാര്യം? ഞാൻ ഇത് ലേലം ചെയ്ത് വിൽക്കുന്നില്ല, വെറുതെ ഞാൻ ലേലം ചെയ്ത് വിൽക്കുന്നില്ല, വെറുതെ വേണേ കുടിക്കോ അല്ലേ കുടിക്കണ്ട. ഇത് സംസമ അല്ല. ഈ സംസമാ നിങ്ങൾ പറയാം, സംസം കിണർ നിങ്ങൾ കണ്ടിരുന്നോ? നിങ്ങളെ പൈപ്പ് കണ്ടിരുന്നോ? ആ മോട്ടോർ കണ്ടിരുന്നോ? അതിനെല്ലാം മോട്ടോർ ചുറ്റിട്ടിട്ട് വെള്ളം പൈപ്പിലൂടെ വരുന്നേ ആ പൈപ്പ് അതിനെ ചെലവ് വരിക അങ്ങനെ ഇങ്ങോളം വന്ന പരമ്പര അത് നിങ്ങൾ കണ്ടിനോ? ഇതൊന്നും ഈ ആചാര്യം കണ്ടില്ല. എന്നാൽ ഈ സ്വന്തം വെള്ളം എല്ലാം ജീവിക്കുമോ? ഈ സ്വന്തം വെള്ളം കുടിച്ചാൽ അതിനകത്ത് കിടക്കുമോ? ഓ സഹോദരന്മാരെ, നിങ്ങൾ മനസ്സിലാക്കണം, തെളിവ് എന്ന് പറയുന്നത് ഓരോന്നിനും ഓരോ നിലക്കുള്ള തെളിവാണ്. അത് ഗ്രഹിക്കാൻ നമുക്ക് സാധിക്കണം. അപ്പൊ ഇരിക്കട്ടെ, ജീവിതത്തിൽ ഒന്നും തെളിവില്ലാതെ പറഞ്ഞിട്ടില്ല. ഇപ്പൊ ഞാൻ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പിഴച്ചുവെന്ന് ഒരു കക്ഷി പറഞ്ഞാൽ ആ കക്ഷികളെ കൂട്ടത്തിൽ മെമ്പറായാൽ ഈമാൻ വിട്ടി മരിക്കുമോ? ഓരോരുത്തരും അവനവന്റെ മനസ്സിനോട് ചോദിക്കൂ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പിഴച്ചു എന്ന് വിശ്വസിക്കുന്നവൻ അവന്റെ പാർട്ടിയിൽ എനിക്ക് അംഗമാകാമോ? അത് എനിക്ക് അംഗീകരിക്കാമോ? മുസ്ലിമേ, അംഗീകരിച്ചുകൂടാ എന്നാണ് നിന്റെ മറുപടി എങ്കിൽ ഇതെന്താണ്? ഇത് മുജാഹിദിന്റെ മുഖപത്രമാണ്. ഇതിന്റെ പേര് അൽമനാർ എന്നാണ്. ഇത് 2010 ജൂലൈയിലേതാണ്. ഇതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ചും മറ്റ് അമ്പിയാക്കളെ സംബന്ധിച്ചും തോന്നിവാസങ്ങൾ എഴുതുന്നത് നിങ്ങളൊന്ന് കണ്ടോ? ഇമാമിയക്ക് പിഴച്ചു എന്ന് പറഞ്ഞ കക്ഷികള്, മുൻഗാമികൾക്ക് പിഴച്ചു എന്ന് പറഞ്ഞ കക്ഷികള്, സഹാബത്തിന് പിഴച്ചു എന്ന് പറഞ്ഞ കക്ഷികള് ഇപ്പൊ പറയുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പിഴച്ചുവെന്നാണ്. അത് ഞാനൊന്ന് നോക്കി വായിക്കട്ടെ. എല്ലാ നബിമാരെയും അവർ കുറ്റക്കാരാക്കി. ആദം നബി അലൈഹിസ്സലാമിൽ നിന്ന് അനുസരണക്കേടുണ്ടായി എന്നവരെഴുതി. അതുപോലെ മാപ്പിരക്കാൻ അർഹമായ തെറ്റ് നൂഹ് നബി ചെയ്തു എന്നെഴുതി. അങ്ങനെ ഓരോ നബിമാരും തെറ്റ് ചെയ്തു എന്നിങ്ങനെ എഴുതിക്കൊണ്ട് 39ാമത്തെ 50ാമത്തെ പേജിൽ എഴുതുകയാണ്. നിങ്ങളൊന്ന് മനസ്സിലാക്കണം, അവരെ നേതാവായ മൗലവി തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ അവരംഗീകരിക്കൂല. അവരെ മൗലവി തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ അവർ അംഗീകരിക്കൂല. മൗലവിക്ക് തെറ്റ് പറ്റൂല എന്ന് അവൻ ഉറച്ചു വിശ്വസിച്ച മാതിരിയാണ്. എന്നാൽ മൂസാ നബിയെ പറ്റി പറയുന്നു, മൂസാ നബി തെറ്റ് ചെയ്യുകയും റബ്ബിനോട് മാപ്പിരക്കുകയും അള്ളാഹ് പുറത്തു കൊടുക്കുകയും ചെയ്തു. ഇങ്ങനെ ഓരോ നബിമാരും തെറ്റ് ചെയ്തു എന്നിങ്ങനെ എഴുതിയിട്ട് ലോകത്തിന് മുഴുവനും നേതാവായ റഹ്മത്തുൽ ലിൽ ആലമീൻ ശഫീഉൽ മുദ്നിബീൻ മൽജഉൽ ഫഖറാഇ വൽ മസാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി എഴുതുന്നത് ഞാനൊന്ന് വായിക്കട്ടെ. മുസ്ലിമേ, മുജാഹിദിന്റെ ആശയം സ്വീകരിച്ച് ആരെങ്കിലും അതിൽ പെട്ടുപോയവരുണ്ടെങ്കിൽ പടച്ച റബ്ബേ അവർക്ക് ഈ ഹിദായത്തിന്റെ വെളിച്ചം കൊടുക്കണേ അല്ലാ. അവരെ നന്നാക്കണേ അല്ലാ. അവരൊരു പക്ഷേ ഞങ്ങളുടെ നാട്ടുകാരോ കുടുംബക്കാരോ അയൽവക്കക്കാരോ ബന്ധപ്പെട്ടവരോ ഏതെങ്കിലും രംഗത്ത് എന്തെങ്കിലും പങ്കാളിത്തമുള്ളവരോ ആകാം. റബ്ബേ അവരെയും നീ ഇസ്ലാമിന്റെ വെളിച്ചത്തിലേക്ക്, ഈമാനിന്റെ വെളിച്ചത്തിലേക്ക് എത്തിക്കണേ അല്ലാ. പടച്ച റബ്ബിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാനൊന്ന് വായിക്കട്ടെ, നിങ്ങളൊന്ന് കേട്ടോ.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചില വീക്ഷണങ്ങളിലും നയങ്ങളിലും പിഴവുകൾ സംഭവിക്കുകയുണ്ടായിട്ടുണ്ട്. ഒന്നുകൂടി വായിക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചില വീക്ഷണങ്ങളിലും നയങ്ങളിലും പിഴവുകൾ സംഭവിക്കുകയുണ്ടായിട്ടുണ്ട്. അത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ അല്ലാഹു നബിയെ ആക്ഷേപിക്കുകയുണ്ടായി. ഇതെഴുതിയത് ജൂതന്മാരല്ല, ക്രിസ്ത്യാനികളല്ല, RSSകാരല്ല, കമ്മ്യൂണിസ്റ്റുകാരല്ല. ഇതെഴുതിയത് ഒരൊറ്റ മുസ്ലിമുമല്ല, ഹിന്ദുവല്ല, ക്രിസ്ത്യാനിയല്ല, ബുദ്ധനല്ല, ജൈനമതക്കാരനല്ല. ഞങ്ങളാണ് ഖുർആൻ സ്വീകരിക്കുന്നത്, ഞങ്ങളാ മുഹമ്മദ് നബിയെ പിന്തുടരുന്നത്. ഇവര് ഖുറാഫികളാണ്, ഖുബൂരികളാണ്, പഴഞ്ചന്മാരാണ്, യാഥാസ്ഥികന്മാരാണ് എന്ന് പറഞ്ഞ് നടക്കുന്ന മുജാഹിദേ, നിന്റെ മുഖപത്രത്തിൽ നിന്റെ നേതാക്കൾ എഴുതിയതാണിത്. മുഹമ്മദ് നബിക്ക് പിഴവ് പറ്റിയെന്ന്, എന്നിട്ട് അല്ലാഹു ആക്ഷേപിച്ചുവെന്ന് ചോദിക്കട്ടെ. ഈ വിശ്വാസമുള്ള മൗലവിമാരെ നിങ്ങൾ വിശ്വസിച്ചിട്ട് അവരെ പിന്നാലെ നടന്നാൽ നിങ്ങൾക്ക് സ്വർഗം കിട്ടുമോ? ആരെക്കുറിച്ചാ പിഴച്ചു എന്ന് പറഞ്ഞത്? ഞങ്ങൾക്കതല്ലേ. പേരോടിനെ ചിലര് ചീത്ത പറയുന്നു, കാന്തപുരം ഉസ്താദിനെ ചീത്ത പറയുന്നു, അതേ ഉള്ളാളെന്നങ്ങളെ ചീത്ത പറയുന്നു. ഞങ്ങളവർക്ക് മറുപടി പറയാൻ ഞങ്ങൾക്ക് സമയമില്ല. കാരണം ഞങ്ങൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചീത്ത പറഞ്ഞതിന് മറുപടി പറയണം, മുഹ്യിദ്ദീൻ ശൈഖിനെ കാഫറാക്കിയതിന് മറുപടി പറയണം, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ നരകത്തിലാണെന്ന് പറഞ്ഞതിന് മറുപടി പറയണം. ഞങ്ങളെ ചീത്ത പറയുന്നത് ഞങ്ങൾക്കൊരു പ്രശ്നമേ അല്ല. അതിന് ശാഫി ഇമാം പറഞ്ഞ മറുപടിയാണ്. അതിന് മറുപടി പറയാൻ ഞങ്ങളില്ല. ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങൾ സ്വർഗത്തിലേക്ക് ഞങ്ങളെ ശുപാർശ ചെയ്ത് കൈപിടിച്ച് കൂട്ടിക്കൊണ്ട് പോകാൻ, ഞങ്ങൾക്ക് ഹൗദുൽ കൗസർ മുക്കിത്തരാൻ, ഞങ്ങളെ രക്ഷപ്പെടുത്താൻ ഞങ്ങൾക്ക് ഒരേ ഒരു നേതാവാണ്. അതേ, അതാണ് ഞങ്ങൾ. ഇന്നല്ല കൽസി ഹൗലിൽ يوم نسير كتابيا سيدي خير النبيين الشفاعة هب لنا في القيامة مشفقا وأهلنا يمضيا سيدي خير النبيين لك الصلاة على النبي والسلام على الرسول الشفيع المبتغي والهدي